ഗരി സരി സ ഗമ പദ നി ദ മ ദ പ ദ പദ പ മ ഗരി ഗമ പദ സ നി പ നി സ ഗരി സ സ ദ മ പ ഗ ഗരി സരി സ. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാണ്ട് എന്ന ഹിന്ദുസ്ഥാനി രാഗമാണ്. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മാണ്ട് രാഗം ബിലാവൽ ധാട്ട് നിന്നുള്ള ജന്യരാഗമാണ്. അപ്പോൾ അതിൻ്റെ ആരോഹണം ഞാനൊന്ന് വായിക്കാം. സഗമ തനി സദ ഗമ രേ സ. അതായത് സഗമ പ തനി സ സദ ഗമ രേ സ. സ ദ കോമൾ ദൈവതമാണ് ഉപയോഗിക്കുന്നത്. സ ദ ദ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. സഗമ പദ നി സ അവിടെ ശുദ്ധ ദൈവതമാണ്. ഇവിടെ കോമൾ ദൈവതം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സഗമ പദ നി സ ഇതിൻ്റെ വാദി സ്വരം വരുന്നത് സ, സംവാദി സ്വരം വരുന്നത് പ. ഇത് ആസ്വദിക്കുന്ന നല്ല സമയം എന്ന് പറയുന്നത് 9 PM to 12 AM വരെയാണ് ഇതിൻ്റെ നല്ലൊരു സമയം എന്ന് പറയുന്നത്. ഇത് പ്രണയം, വിരഹം അങ്ങനെയുള്ള ഒരുപാട് വികാരങ്ങൾ ഉണർത്തുന്ന ഒരു രാഗം കൂടിയാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രയോഗം ഞാൻ വായിക്കാം. അത് കോമൾ ദൈവതം കൂടി ഉപയോഗിക്കാം. ഒരു തോട ഞാൻ പറയാം. തോട മീൻസ് അലങ്കാരം. അത് ഇനി ഇതിൽ ചിട്ടപ്പെടുത്തിയുള്ള സിനിമാ ഗാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഹിന്ദി പഴയൊരു ചിത്രത്തിലെ ലതാജി പാടിയിട്ടുള്ളൊരു ഗാനമുണ്ട്. എന്ന് തുടങ്ങുന്ന ഒരു പഴയ ഹിന്ദി ഗാനമുണ്ട്. ഒരുപാട് ഹിന്ദി പഴയ ഗാനങ്ങൾ മാണ്ട് രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മലയാള ഗാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഉത്തരേന്ത്യൻ സംഗീതത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു രാഗം കൂടിയാണ് കർണാടക സംഗീതത്തിലെ മാണ്ട് രാഗം. അപ്പോൾ അതിൽ പ്രയോഗങ്ങളിൽ വ്യത്യാസമുണ്ട് ഹിന്ദുസ്ഥാനി മാണ്ട് രാഗവും
കർണാടക സംഗീതത്തിലെ മാണ്ഡ്യരാഗവും പ്രയോഗങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സിനിമാ ഗാനങ്ങളിലാണെങ്കിൽ അന്യസ്വരങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ ഈ സായന്തനം എന്ന ഗാനത്തിൽ തന്നെ നമുക്ക് ഒരുപാട് അന്യസ്വരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ശൈലി വ്യത്യാസമുണ്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിലും അതുപോലെ കർണാടക സംഗീതത്തിലെ മാണ്ഡ്യരാഗവും തമ്മിൽ ശൈലി വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ പല ഗാനങ്ങളൊക്കെ കൂടുതലായിട്ട് അങ്ങനെ ഈ കർണാടക സംഗീതത്തിൽ ശൈലിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സോങ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ മാണ്ഡ്യരാഗം നമ്മൾ മലയാളത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് സായന്തനം എന്ന കമലദളം എന്ന ചിത്രത്തിലെ സായന്തനം എന്ന ഗാനമാണ്. എന്ന് തുടങ്ങുന്ന ഗാനം മാണ്ഡ്യരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മയിൽപ്പീലി എന്ന ഭക്തിഗാനത്തിലെ ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോൾ എന്ന് തുടങ്ങുന്ന സൂപ്പർ ഹിറ്റ് ഗാനവും മാണ്ഡ്യരാഗത്തിലാണ്. ഈ ഗാനവും ഈ മാണ്ഡ്യരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പരിണയം എന്ന ഒരു പഴയ ചിത്രത്തിലെ 5 സ്വരങ്ങളും എന്ന് തുടങ്ങുന്ന ഗാനം ഈ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 5 സ്വരങ്ങളും എന്ന് തുടങ്ങുന്ന ഈ ഗാനവും മാണ്ഡ്യരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് തുടങ്ങുന്ന റോക്ക് എന്ന ചിത്രത്തിലെ ഈ രാവേറയായി എന്ന ഗാനവും ഈ മാണ്ഡ്യരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ തമിഴ് സിനിമ ഗാനങ്ങളിലും ഒരുപാട് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ രാഗത്തിൽ. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. അത് ഈ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.